ഹാഡിയേഴ്സ്, ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഫീ കൺസെഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു കണ്ടു. നമുക്കതൊന്ന് പറയാം കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ആപ്ലിക്കേഷൻ്റെ സമയത്ത് പറഞ്ഞാണ്. അതല്ലാതെയും കുറച്ച് ഇപ്പോൾ ഇനി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അഡ്മിഷൻ്റെ സമയത്ത്. അപ്പോൾ നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾക്ക് ഇപ്പോൾ ചില റിസർവേഷൻ എല്ലാവർക്കും കിട്ടുന്നതാണ്, അല്ലെങ്കിൽ ഈ ഫീ കൺസെഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. അതിപ്പോൾ മെഡിക്കലാണെങ്കിലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും ഫാർമസി ആണെങ്കിലും എല്ലാ കാറ്റഗറി സീഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു ഫീ കൺസെഷൻ തന്നെയാണ് ഇതിൽ ചിലത് പറയുന്നത്. ചിലത് AICTE കോഴ്സുകൾക്ക് മാത്രമുള്ളതാണ്. അവിടെ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി റിസർവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ റിസർവേഷൻ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും പരിഗണിക്കുന്ന എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു കൺസെഷനെ പറ്റി ഇതിലും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് 3 രീതിയിലാണ് ഫീസ് കൊടുക്കേണ്ടാത്ത ഒരു ഇത് വരുന്നത്. അതായത് ട്യൂഷൻ ഫീസാണ് കേട്ടോ. ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞ് നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ACയുടെ തന്നെ ഇതിലോ ട്യൂഷൻ ഫീസ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് കാണിക്കുന്നുണ്ടാവും. ആ ഫീസാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ മെഡിക്കലിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെയധികം വലിയൊരു എമൗണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നുണ്ട്. ഈ ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൽ മാത്രമല്ല, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ കോസ്റ്റ് ഷെയറിങ്ങിൻ്റെ വിഭാഗത്തിലാണെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും ഇങ്ങനെയുള്ള ഫീസ് കൊടുക്കേണ്ടാത്ത വിഭാഗങ്ങൾക്ക് ഒട്ടും ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. വലിയ എമൗണ്ട് ആണെങ്കിലും അത് ഗവൺമെൻറ്റാണ് അത് കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നോക്കാം ഏതൊക്കെ കാറ്റഗറിയാണ്. ഇത് 3 വിഭാഗത്തിൽ വരുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം നോക്കാതെ ചില കാറ്റഗറിയിൽ അല്ലെങ്കിൽ ചില കാസ്റ്റിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഇൻകം എത്രയാണെന്നുള്ള പ്രശ്നമല്ല, അവർക്ക് എല്ലാവർക്കും തന്നെ ഒട്ടും ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഒരു വിഭാഗം. ഒന്ന്, ചില വിഭാഗങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ ഇൻകം നോക്കുന്നുണ്ട്, ആ ഇൻകം ഇത്ര പരിധി എന്ന് പറയുന്നുണ്ട്, അതിലുള്ള കുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ട എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ റിസർവേഷൻ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ജനറൽ കാറ്റഗറി ആണെങ്കിലും നമ്മൾക്ക് നമ്മുടെ ഇൻകം നോക്കിയിട്ട് നമുക്ക് കിട്ടുന്ന ട്യൂഷൻ ഫീസ് ഒഴിവാക്കി കിട്ടുന്ന ട്യൂഷൻ ഫീ വേവിയർ സ്കീമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ SC ST അതുപോലെ തന്നെ ധീവര DV എന്ന് പറയുന്ന കാറ്റഗറി, അതുപോലെ കുടുംബി KU എന്ന് പറയുന്ന കാറ്റഗറി, പിന്നെ KN അതായത് കുശവൻ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ വരുന്ന ഇത്രയും കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നവർ നിങ്ങളുടെ പ്രൊഫൈലിൽ നോക്കുക. ഞാൻ ഈ പറഞ്ഞ ആ സൈൻ, ഇപ്പോൾ ധീവര ആണെങ്കിൽ DV എന്ന് വന്നിട്ടുണ്ടാവും. SC ST ആണെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം SC or ST എന്ന് വന്നിട്ടുണ്ടാവും. പിന്നെ KU അല്ലെങ്കിൽ KN എന്ന് പറയുന്ന ആ റിസർവേഷൻ നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം എത്ര തന്നെ ആയാലും നിങ്ങൾക്ക് ട്യൂഷൻ ഫീസ് ആയിട്ട് ഒന്നും കൊടുക്കേണ്ട വരില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ടൊരു ചെറിയ എമൗണ്ട്, അത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ആണെങ്കിൽ ഒരു 1000 രൂപയൊക്കെ വരുള്ളൂ. 1000 മുതൽ ഇപ്പോൾ പ്രൈവറ്റ് ഒക്കെ അല്ലെങ്കിൽ കോസ്റ്റ് ഷെയറിംഗ് ഒക്കെ ആണെങ്കിൽ 5000 രൂപയ്ക്ക് വരെയാണ് വാങ്ങുന്നത്. ഇനി ഈ വർഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ പ്രൈവറ്റിൽ എന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ. ഗവൺമെൻറ്റിൽ എന്തായാലും 1000 വരെ വാങ്ങാറുള്ളൂ. ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിലും 5000 ഒക്കെ വാങ്ങാറുള്ളൂ. പ്രൈവറ്റിൻ്റെ കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. അത് ഈ വർഷത്തെ എന്തെങ്കിലും, അതാണ് കോഷൻ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുള്ളൂ കേട്ടോ. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കാം. ട്യൂഷൻ ഫീസാണ് മെയിനായിട്ട് ഇതിൽ ഇല്ലാതാവുന്നത്. പിന്നെ വരുന്ന മറ്റൊരു കാറ്റഗറിയാണ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും ഇൻകം നോക്കാതെ നിങ്ങൾക്ക് അത് ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ വെൽഫെയർ ബോർഡിൽ നിന്ന് ആ ഒരു ഫോമാറ്റ് ഇതിലുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്താണ് നിങ്ങൾ വാങ്ങേണ്ടിയിരുന്നത്. നിങ്ങളുടെ ഇതിലും FM അതായത് ഫിഷർമാൻ എന്നുള്ള ആ ഒരു റിസർവേഷൻ കാണിക്കണ്ടെങ്കിൽ നിങ്ങൾക്കും ട്യൂഷൻ ഫീസ് ഒന്നും തന്നെ കൊടുക്കണ്ട കേട്ടോ. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ശ്രീ ചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ, ഇവർക്കും നമ്മുടെ ഇൻകം ഒന്നും നോക്കാതെ തന്നെ ഫീ കൺസെഷൻ ഉള്ളവരാണ്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നവരാണെങ്കിലും ഒക്കെ അവർക്കും ഈ ഒരു ഫീ കൺസെഷൻ ഉള്ളതാണ്. അപ്പോൾ ഈ 3 വിഭാഗങ്ങൾക്കാണ് സാധാരണ നമുക്ക് ഇൻകം നോക്കാതെ നമ്മുടെ ഫീ ഒന്നും കൊടുക്കേണ്ടാതെ വരുന്നത്. ഇനി അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് അതുപോലെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതായത് അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് എന്ന് പറയുമ്പോൾ BH or OBH, പിന്നെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് BX, പിന്നെ വരുന്നത് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി OEC. മനസ്സിലാക്കുക വ്യത്യാസം. നോട്ട് OBC അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി അല്ല, ഇറ്റ്സ് OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും OECയിലുള്ളവർ. അപ്പോൾ അവരും ഇതുപോലെ നിങ്ങൾ പ്രൊഫൈലിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ OBH എന്നോ അല്ലെങ്കിൽ BX എന്നോ അല്ലെങ്കിൽ OEC എന്നോ നിങ്ങളുടെ ഏതാണോ എലിജിബിൾ ആയിട്ടുള്ള ആ OECയിൽ ഇത് കമ്മ്യൂണിറ്റി അത് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെ വരുമാനമുള്ളൂ എങ്കിൽ നിങ്ങൾക്കും ട്യൂഷൻ ഫീസ് ഉണ്ടാവില്ല.
നിങ്ങൾക്കും ട്യൂഷൻ ഫീസ്, അതായത് നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ കർസർ കൊണ്ടുപോയി ട്യൂഷൻ ഫീസിൻ്റെ അവിടെ നോക്കുമ്പോൾ നമ്മൾ 0 എന്നായിരിക്കും കാണിക്കുക, അവിടെ ട്യൂഷൻ ഫീസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നോക്കി കൊടുക്കാം നിങ്ങളുടെ ഫീസ് എവിടെയാണ്, എത്രയാണ് ഈ കാണിക്കുന്നത്, 0 ആണോ എത്രയാണ് കാണിക്കുന്നതെന്ന് നോക്കിയിട്ട് കോളേജസ് എടുത്ത് വെക്കാം കേട്ടോ. അങ്ങനെ ഫീ കൺസെഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ഈ എല്ലാ കോളേജിലും ട്യൂഷൻ ഫീസൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി നമ്മളിപ്പോൾ പറഞ്ഞില്ലേ OBH, OBX, OEC അവർ 6 ലക്ഷം രൂപ വരെയാണ് ഈ പറയുന്ന ഇൻകം കുറവ് നോക്കിയിട്ട് ഫീ കൺസെഷൻ ഉണ്ടാവണത്. ഇനി അതിൽ കൂടുതൽ വരുമാനമുള്ളവർ എന്താണ്, റിസർവേഷൻ ഉണ്ടാവും, നിങ്ങൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ടാവും, പക്ഷേ ഫീസ് നിങ്ങൾക്ക് സാധാരണ ഫീസ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിലും അവരിപ്പോൾ മെഡിക്കലിൻ്റെയൊക്കെ NRI അഡ്മിഷനും തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് ആ അലോട്ട്മെൻറ്റിൽ NRI അഡ്മിഷനാണ് അല്ലെങ്കിൽ NRI സീറ്റാണ് നിങ്ങൾ എടുത്തേക്കണമെങ്കിൽ മുഴുവൻ ഫീസും കൊടുക്കേണ്ടത് വരും കേട്ടോ. NRI സീറ്റിന് ഫീ കൺസെഷൻ ഇല്ല, മനസ്സിലായല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു റിസർവേഷനാണ് നമ്മളുടെ ട്യൂഷൻ ഫീ വേവിയർ. AICT അപ്രൂവ്ഡ് ആയിട്ടുള്ള എൻജിനീയറിംഗ് ഒക്കെ പോലുള്ള കോഴ്സുകൾക്ക് AICT നൽകുന്ന ട്യൂഷൻ ഫീ വേവിയർ സ്കീമാണ്. അത് പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അലോട്ട്മെൻറ്റുകളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ ആണ് അത് ലിസ്റ്റ് കൊടുത്തിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അഡ്മിഷന് നമ്മൾ ഫീസ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പിന്നീട് നമുക്ക് അലോട്ട്മെൻറ്റൊക്കെ മാറിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്കത് കോളേജിൽ നിന്ന് കൊടുത്തിട്ട് AICT അപ്രൂവ് ചെയ്ത് ടോട്ടൽ ഇൻടേക്കിന് ഓരോ ബാച്ചിനുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബാച്ചിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് എടുത്താൽ അവിടെയുള്ള എല്ലാ ബാച്ചിലും 5% ആണ് സാധാരണ പറയുന്നത്. അത്രയും കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഏത് കാസ്റ്റ് കമ്മ്യൂണിറ്റി അങ്ങനെയൊന്നും നോക്കൂല, നമ്മുടെ ഇൻകവും നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്കുമാണ് നോക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ഏറ്റവും ആദ്യം തന്നെ വന്നൊന്നുമില്ല. ചില പ്രൈവറ്റ് കോളേജുകളിൽ കുറച്ച് പുറകിലേക്കാണ് നിങ്ങൾ പോയേക്കണ റാങ്കെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീം കിട്ടും. അപ്പോൾ ഇൻകം കുറവാണ്, അതുപോലെ തന്നെ നിങ്ങൾ എഞ്ചിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നന്നായിട്ട് ഒരുവിധമെങ്കിലും നല്ല റാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്യൂഷൻ ഫീ വേവിയർ സ്കീം കിട്ടും. ഇപ്പോൾ അത് അലോട്ട്മെൻറ്റ് ആകുമ്പോൾ തന്നെ, അതായത് നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ തന്നെ അതിൽ FW എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. ഇപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കും നിങ്ങൾക്ക് ഏത് റിസർവേഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണേന്ന്. ഇപ്പോൾ ഒരു റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ ജനറൽ എന്ന് കിടക്കും, അതല്ലാതെ ഏതെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഏത് റിസർവേഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയേക്കണേന്ന് കാണിക്കും. അപ്പോൾ അവിടെ FW എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്യൂഷൻ ഫീ വേവിയർ സ്കീമിന് അർഹരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കോളേജിൽ ട്യൂഷൻ ഫീസ് ഒന്നും കൊടുക്കാതെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇനിയുള്ള വർഷങ്ങളിലൊന്നും ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട എന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറുവാണെങ്കിൽ വേറെ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ ആ കോളേജിൽ ചിലപ്പോൾ FW കിട്ടണം എന്ന് നിർബന്ധമില്ല. മാത്രമല്ല നിങ്ങളിപ്പോൾ കിട്ടിയ കോളേജിൽ നിങ്ങളെക്കാട്ടിയും റാങ്ക് കുറവും നല്ല റാങ്കും ഇൻകം കുറവും ഉള്ള കുട്ടികൾ വരുവാണെങ്കിൽ നിങ്ങളുടെ FW അവിടെ നിന്ന് മാറാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ മാറില്ലായിരിക്കും, ചിലപ്പോൾ മാറി വരാനും സാധ്യതയുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു AICT കൊടുക്കുന്ന എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളുടെ ആ ട്യൂഷൻ ഫീ വേവിയർ സ്കീം എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് ചിലപ്പോൾ ഒരു 27,000 വരെ കിട്ടിയേക്കുന്ന കുട്ടികൾക്കും ചില എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ട്യൂഷൻ ഫീ വേവിയർ സ്കീം ഉണ്ടാവും റാങ്ക് വന്നേക്കുന്നത്. അതായത് ആ കോളേജ് അനുസരിച്ചിട്ട് അവിടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന അനുസരിച്ചിട്ടൊക്കെയാണ്. ഇപ്പോൾ ആദ്യത്തെ റാങ്കുകാരന് ട്യൂഷൻ ഫീ വേവിയർ സ്കീം കിട്ടണം എന്നില്ല, കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ഇൻകം കൂടുതലാണ് എങ്കിൽ, അതായത് ആ കോളേജിൽ ഇപ്പം 60 സീറ്റ് ഉണ്ട് ഒരു കോളേജിൽ അലോട്ട് ചെയ്യണമെങ്കിൽ ആ 60 സീറ്റിൽ വരുന്ന നല്ല റാങ്കും കുറവ് ഇൻകവും നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഏറ്റവും നല്ല റാങ്കുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടണം എന്നില്ല. നമ്മളുടെ ഇതനുസരിച്ചിട്ട് കോളേജ് അനുസരിച്ചിട്ടും ഇൻകം അനുസരിച്ചിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും ഇതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മനസ്സിലാക്കുക, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ്, ആദ്യത്തെ അലോട്ട്മെൻറ്റ് വന്നപ്പോഴാണ് FW എന്നുള്ള ഇതിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കിട്ടിയേക്കണത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വേറൊരു കോളേജിലേക്ക് പോകുമ്പോൾ ആ ട്യൂഷൻ ഫീ വേവിയർ അവിടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ നിങ്ങളുടെ കോളേജിലേക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളെക്കാട്ടിയും നല്ല റാങ്കുള്ള ഇൻകം കുറവുള്ള ആരെങ്കിലും ഓപ്ഷൻസ് മാറ്റി വെക്കുവാണെങ്കിൽ, ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അല്ലാത്ത ഇതിൽ വരുന്നില്ല, ആരെങ്കിലും ആ ഒരു ഇത് മാറ്റി വെച്ച് അങ്ങനെ എങ്ങാനും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ, അത് ചെറിയൊരു ചാൻസാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു FW എന്നുള്ള സീറ്റ് പോവും. അപ്പോൾ നിങ്ങൾ ഫീസ് കൊടുത്ത് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 ടൈപ്പ് സീറ്റ് അല്ലെങ്കിൽ ഫീ കൺസെഷനാണ് നമ്മൾക്കുള്ളത്.
പിന്നെ ഫീ റീഫണ്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ എഞ്ചിനീയറിങ്ങിൻ്റെ ക്യുസാറ്റ് പബ്ലിഷ് ചെയ്യും റീഫണ്ട് പോളിസി. എഞ്ചിനീയറിങ്ങിൻ്റെ റീഫണ്ട് പോളിസിനെ പറ്റി നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ, വെറുതെ ചെറിയൊരു കാര്യമുള്ളൂ, അത് നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൽ 97-98 കിടപ്പുണ്ട് ആർക്കൊക്കെയാണ് ഫീ കൺസെഷൻ. പിന്നെ ആ ഒരു ലിസ്റ്റും കുറച്ച് മുകളിലായിട്ട്, അതിന് മുകളിലായിട്ട് ഫീ കൺസെഷൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളുടെ ലിസ്റ്റും ഇടുന്നുണ്ട്. അതായത് ഏത് കാറ്റഗറിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതിൽ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാറ്റഗറിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലൊന്നും ചെയ്യാനില്ല, ഓൾറെഡി അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ളവർ പ്രൊഫൈലിൽ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഉള്ളത് ഈ AICTEയുടെ ഫീ കൺസെഷൻ വരുമ്പോൾ, അലോട്ട്മെൻറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇനി പ്രതീക്ഷയുള്ളത്. AICTEയുടെ ഇൻകവും നമ്മുടെ റാങ്കും നോക്കിയിട്ട് കിട്ടുന്ന ആ ഒരു റാങ്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീ കൺസെഷനാണ് നമ്മൾക്ക് ഇനിയുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് കൊടുക്കേണ്ടതായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.